മഴ വരാനിരിക്കുന്നു എന്ന് തന്നെയാണ്. കാലവർഷം ഇന്ന് തന്നെ എത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ട സാഹചര്യമാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശിനാരായണൻ, പത്തനംതിട്ട ഇപ്പോൾ കൊച്ചി എന്നത് പൊതുവെ ഭൂമിശാസ്ത്രപരമായി താഴ്ന്ന പ്രദേശം ആണ്, സമുദ്രനിരപ്പിനോട് അടുത്ത പ്രദേശമാണ്. പക്ഷെ പത്തനംതിട്ട മറ്റൊരു രീതിയിലാണ്, ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളുണ്ട്. അതേസമയം അവിടെയും ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതകൾ, വ്യാപകമായ കൃഷിനാശങ്ങളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? മഴയ്ക്ക് ശമനമുണ്ടോ? അഭിലാഷെ, പത്തനംതിട്ടയിൽ ഇപ്പോഴും മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല ജില്ലയുടെ പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലയോര മേഖലയിൽ അടക്കം നഗരപ്രദേശങ്ങളിലുമൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ഭയങ്കരമായ രീതിയിൽ വലിയ തോതിൽ മഴ അപ്പർ കുട്ടനാട് മേഖലയിൽ ലഭിച്ചിരുന്നു. തിരുവല്ല, കടപ്ര മഴ ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ വെള്ളക്കെട്ട് വലിയ രൂക്ഷമായിരിക്കുന്നു. വീടുകളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങളാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പല വീടുകളിലും വെള്ളം കയറി ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവല്ല, കവിയൂർ, തിരുമൂലപുരം എന്നിടത്ത് 3 ക്യാമ്പുകൾ ഇന്നലെ തുറന്നു. 17 പേരെ ജില്ലാ ഭരണകൂടം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അച്ചൻകോലാർ, അതുപോലെ തന്നെ പമ്പ നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ ഈ ജലനിരപ്പ് ഉയർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തുമ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ടാണ് അപ്പർ കുട്ടനാട് മേഖലയിൽ ഇത്തരത്തിലൊരു വലിയ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ ഗതാഗതം ഈ പ്രദേശങ്ങളിൽ ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് വെള്ളം ഇറങ്ങിയതിനു ശേഷമാണ് ഗതാഗതം ഈ തിരുവല്ല, പുല്ലാട് മേഖലകളിലൊക്കെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ തുടർച്ചയായി പെയ്യുന്നുണ്ടെങ്കിലും ശക്തമല്ലാത്ത രീതിയിൽ, അതായത് തുടർച്ചയായി മഴ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് രാത്രിയിൽ പെയ്യുന്ന മഴ വളരെ ശക്തി കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിയെത്തുന്ന അളവും കുറവുണ്ട്. അത്തരത്തിൽ വെള്ളം ഭൂമി താഴ്ന്നുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാത്ത ഈ പത്തനംതിട്ട, കോന്നി മേലൊക്കെ വെള്ളക്കെട്ട് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ അതേസമയം താഴ്ന്ന പ്രദേശമായ അപ്പർ കുട്ടനാട്ടിലൊക്കെ ഇതിന്റെ ഒരു വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നു. ഈ വെള്ളം ഒഴുകി സാധാരണ അപ്പർ കുട്ടനാട് മേഖലയിലാണ് ചില തിരുവല്ല പോലുള്ള ഭാഗങ്ങൾ, കടപ്ര, നിരണം, തിരുവല്ല ഈ മേഖലകളിലൊക്കെ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമാണ്. വലിയ പ്രതിസന്ധിയും ദുരിതവും ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണമുണ്ട്. കാരണം രാത്രികാലങ്ങളിലും അതുപോലെ തന്നെ പകൽ സമയങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയാണ് മലയോര മേഖല. അതുകൊണ്ട് ഉരുൾപൊട്ടലുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ദുരന്ത സാഹചര്യമുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ അത്തരത്തിൽ മാറി താമസിച്ചില്ല. അതിനൊരു ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മഴ പരക്കെ ജില്ലയിൽ ലഭിക്കുന്നുണ്ടെങ്കിലും 2018 പോലെ പ്രളയത്തിൻ്റെതായ സാധ്യതയായ അത്തരമുള്ള കാര്യങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഴ ഇപ്പോഴും ഈ കാലവർഷം കഴിഞ്ഞ വേനൽ മഴ തൊട്ടിങ്ങോട്ട് എല്ലാ ദിവസവും കൃത്യമായി മഴ ലഭിക്കുന്നുണ്ട്. ആ മഴയ്ക്ക് വലിയ രീതിയിൽ, വലിയ ശക്തമായ രീതിയിൽ മഴ, അതിതീവ്ര മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചാറ്റൽ മഴ പോലുള്ള മഴ ആണുള്ളത്. അതുകൊണ്ട് വലിയ കാര്യമായ രീതിയിലൊന്നും ജനങ്ങളെ വെള്ളക്കെട്ടോ മറ്റു വെള്ളപ്പൊക്കമോ മറ്റു ബുദ്ധിമുട്ടോ ക്യാമ്പുകളൊക്കെ തുറക്കുന്ന കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള ആൾക്കാർ ദുരിതം ഇല്ല. പക്ഷേ അപ്പർ കുട്ടനാട് മേഖലയാണ് ഈ മഴയുമായി വന്ന മഴക്കെടുതികൾ, കൃഷിനാശം സംഭവിക്കുന്നത്. കർഷകരുടെ നെല്ലും അതുപോലെ തന്നെ കാർഷിക വിളകളും നശിക്കുന്ന ഒരു സാഹചര്യം അപ്പർ കുട്ടനാട് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വലിയ നാശനഷ്ടങ്ങളും ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളും ആ മേഖലയിൽ ഉണ്ടായിട്ട് ഇപ്പോഴും ഈ വെള്ളക്കെട്ട് ഇറങ്ങാനൊക്കാത്തൊരു കാര്യം. അത് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമുണ്ട്. ഓടകളും അതുപോലെ തന്നെ ഈ കാനയും ഒക്കെ വൃത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് ഇതിലുള്ള പ്രതിസന്ധി അവിടെയും നേരിടുന്നത്. എന്തായാലും ആലപ്പുഴ അടക്കം മേഖലകൾക്ക് ഇവിടെ ഒഴുകിയെത്തുന്ന വെള്ളം എത്തുന്നതോടുകൂടി അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. മഴ ഇപ്പോഴും ഈ ജില്ലയിൽ പരക്കെ എല്ലാ മേഖലയിലും ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. മലയോര പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ല എങ്കിലും അപ്പർ കുട്ടനാട്ടിൽ ജനങ്ങൾ ദുരിതത്തിലാകുന്ന സാഹചര്യമുണ്ട്. അതേ